പൊതുസ്ഥലത്ത് വെച്ച് ഒരാൾ മദ്യപിച്ചാൽ എന്താണ് ശിക്ഷ എന്നറിയാമോ? ഒരുപക്ഷെ ശിക്ഷ എന്താണെന്ന് അറിയില്ലെങ്കിൽ പോലും പൊതുസ്ഥലത്ത് വെച്ച് മദ്യപിക്കുക എന്നത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്നും അങ്ങനെ ഉണ്ടായാൽ നിയമ നടപടി ഉണ്ടാവും എന്നുമുള്ള സാമാന്യ ധാരണ എനിക്കും നിങ്ങൾക്കുമുണ്ടല്ലോ. എന്നാൽ കേട്ടോളൂ, നമ്മൾ സാധാരണക്കാരുടെ മുകളിൽ മാത്രമാണ് അത്തരം നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉള്ളത്. സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിക്കും അവരുടെ പ്രിയപ്പെട്ടവർക്കും ഈ നിയമങ്ങളൊന്നും ബാധകമല്ല. പറഞ്ഞു വരുന്നത് ഏതെങ്കിലും രണ്ടുപേർ പൊതുസ്ഥലത്തിരുന്ന് മദ്യപിച്ചതിനെ പറ്റിയല്ല. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും തലശ്ശേരി ജില്ലാ കോടതിയിൽ ഹാജരാക്കി മടങ്ങി വരുമ്പോൾ 3 കൊലക്കേസ് പ്രതികൾ പോലീസ് കാവൽ നിർത്തി പൊതുസ്ഥലത്ത് വെച്ച് മദ്യപിച്ച കാര്യമാണ്. ഈ വാർത്ത കേൾക്കുമ്പോൾ അവിശ്വാസം തോന്നേണ്ട കാര്യമില്ല. കാരണം പിണറായി വിജയന്റെ കീഴിൽ പോലീസ് ഭരണം കഴിഞ്ഞ 9 വർഷക്കാലമായി ഇങ്ങനെയൊക്കെയാണ്. ആരൊക്കെയാണ് ഈ മദ്യപിച്ച പ്രതികൾ? ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളായ കൊടിസുനി, മുഹമ്മദ് ഷാഫി, ഷിജിത്ത് എന്നിവരാണ് മദ്യപിച്ച പ്രതികൾ. CPM-ന് ഇവർ എത്രമാത്രം പ്രിയപ്പെട്ടവരാണ് എന്ന് വിശദീകരിച്ച് ഇനി സമയം കളയേണ്ടതില്ലല്ലോ. പോലീസ് കാവലിൽ പൊതുസ്ഥലത്ത് വെച്ച് മദ്യപിച്ച 3 കൊലക്കേസ് പ്രതികൾക്കെതിരെയും ഈ നിമിഷം വരെയും കേരള പോലീസ് കേസെടുത്തിട്ടില്ല. കേവലം 3 പോലീസുകാരുടെ സസ്പെൻഷനിൽ ഈ വിഷയം ഒതുക്കി തീർക്കാൻ ശ്രമിക്കുകയാണ് കേരള സർക്കാർ. പോലീസ് ഈ ഒളിച്ചുകളി നടത്തുന്നത് പ്രതികൾക്ക് പരോൾ നിഷേധിക്കാതിരിക്കാനാണ് എന്നുള്ള വിമർശനവും പരക്കെയുണ്ട്. എന്നിരിക്കെ പോലും കേസെടുക്കാൻ കേരള പോലീസ് കൂട്ടാക്കുന്നില്ല. പൊതുസ്ഥലത്ത് ഒരു സാധാരണക്കാരൻ മദ്യപിച്ചാൽ പോലും കേസെടുക്കാൻ വകുപ്പുണ്ടെന്നിരിക്കെ പോലീസ് കാവലിലുള്ള പ്രതികൾ മദ്യപിച്ചിട്ടും എന്തു ചെയ്യണം എന്നറിയാതെ മാനത്തേക്ക് നോക്കി നിൽക്കുകയാണ് കേരള പോലീസ്. പൊതുസ്ഥലത്ത് വെച്ച് മദ്യപിച്ചതിന്റെ പേരിൽ കേസെടുത്തോ ഇല്ലയോ എന്നതിനേക്കാളും വളരെ സുപ്രധാനമായ ചോദ്യം, എങ്ങനെയാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ള പ്രതികൾക്ക് പരസ്യമായി മദ്യപിക്കാൻ അവസരം ലഭിക്കുന്നത് എന്നതാണ്. ഈ പ്രതികൾ CPM-ന് വേണ്ടപ്പെട്ടവരാണ് എന്നതാണോ ഇത്തരം സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ പോലീസിനെ പ്രേരിപ്പിക്കുന്നത്? 3 കൊലക്കേസ് പ്രതികൾക്ക് പോലീസ് കാവലിൽ പൊതുസ്ഥലത്ത് മദ്യപിക്കാൻ സാധിക്കുന്നുവെന്നത് കേരളത്തിന്റെ ക്രമസമാധാന അന്തരീക്ഷം എന്താണെന്ന് കൃത്യമായി വരച്ചിടുന്നുണ്ട്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും കാവൽ നിൽക്കേണ്ട പോലീസ് നിലവിൽ കാവൽ നിൽക്കുന്നത് കൊലക്കേസ് പ്രതികളുടെ മദ്യപാനത്തിനാണ്. ഇത് കേരള പോലീസിന് എന്നേക്കും അപമാനമാണ്. നിരന്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന കൊടിസുനിക്ക് കഴിഞ്ഞ 7 മാസത്തിനിടെ 60 ദിവസത്തോളം പരോൾ ലഭിച്ചു എന്ന ഞെട്ടിക്കുന്ന മറ്റൊരു കണക്കുകൂടി മാധ്യമങ്ങൾ നിലവിൽ ചർച്ച ചെയ്യുന്നുണ്ട്. നിരന്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നിട്ട് കൂടി അതുപോലും പരിഗണിക്കാതെ കൊടിസുനിക്ക് പരോൾ അനുവദിച്ചു എന്നും കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ മലയാളം മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കൊടിസുനിയും സംഘവും ഇതിനു മുൻപും കോടതി പരിസരത്ത് വെച്ച് മദ്യപിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തിയതായി മാധ്യമ റിപ്പോർട്ടുകളുണ്ട്. ഒരു സംസ്ഥാനത്തെ പോലീസ് സംവിധാനം എങ്ങനെയാണ് ഇവരുടെയൊക്കെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടമായി മാറുന്നത് എന്ന ചോദ്യം വിരൽ ചൂണ്ടുന്നത് സർക്കാരിലേക്കും ആ സർക്കാർ ഭരിക്കുന്ന പാർട്ടിയിലേക്കും തന്നെയാണ്. ഇത്തരത്തിലുള്ള വീഴ്ചകളെയും ഒത്താശകളെയും ചൂണ്ടിക്കാട്ടിയാൽ അതിന് ഒറ്റപ്പെട്ട സംഭവം എന്ന ഒരു വരി മറുപടിയാണ് CPM-ന്റെയും നേതാക്കളുടെയും ക്യാപ്സൂൾ വാക്യം. നിലവിൽ കേരളത്തിന്റെ ക്രമസമാധാനം എന്നത് ഇത്തരത്തിൽ ഒറ്റപ്പെട്ട സംഭവങ്ങളാൽ സമ്പൽ സമൃദ്ധമാണ്. കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്ത മറ്റൊരു വാർത്തയും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. BJP MP C സദാനന്ദന്റെ കാൽ വെട്ടിയ കേസിലെ പ്രതികൾക്ക് CPM ഓഫീസിൽ യാത്രയയപ്പ് നൽകിയതായിരുന്നു ആ വാർത്ത. ഉയർന്ന മാർക്ക് വാങ്ങി വിദേശത്ത് ഉപരിപഠനത്തിനായി പോകുന്ന വിദ്യാർത്ഥികൾക്ക് പലപ്പോഴും നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളും ഗ്രന്ഥശാലകളും ക്ലബ്ബുകളും ഒക്കെ യാത്രയയപ്പ് നൽകാറുണ്ട്. എന്നാൽ CPM യാത്രയയപ്പ് നൽകിയത് ജയിലിലേക്ക് പോകുന്ന പ്രതികൾക്കാണ്. CPM-ന്റെ ഭാഷയിൽ ഇതും ഒരു ഒറ്റപ്പെട്ട സംഭവമായിരിക്കും. എന്നാൽ ഈ ഒറ്റപ്പെട്ട സംഭവത്തിൽ KK ശൈലജ ഉൾപ്പെടെയുള്ള പ്രമുഖ CPM നേതാക്കളുടെ സാന്നിധ്യമുണ്ടായിരുന്നു. മട്ടന്നൂർ ഉരുവച്ചാൽ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ സ്ഥലം MLA-യും മുൻ മന്ത്രിയുമായ KK ശൈലജ അണികളുടെ മുദ്രാവാക്യത്തിന് അകമ്പടിയോടെ കാലുവെട്ടിയ കേസിലെ പ്രതികൾക്ക് യാത്രയയപ്പ് നൽകിയപ്പോൾ ജയിലിലേക്കെത്തിയ പ്രതികളെ അഭിവാദ്യമർപ്പിക്കാൻ പാർട്ടി ജില്ലാ സെക്രട്ടറി KK രാഗേഷ് തന്നെ നേരിട്ടെത്തി. സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയാണ്, അവരുടെ നേതാക്കളാണ് ഇതിനൊക്കെ നേതൃത്വം നൽകുന്നത് എന്നത് തന്നെയാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. കേരളത്തിന്റെ ക്രമസമാധാനത്തെ എങ്ങനെയൊക്കെ തകർക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ തകർത്തുകൊണ്ടിരിക്കുകയാണ്
CPM പ്രവർത്തകരും നേതാക്കളും. CPMന് വേണ്ടപ്പെട്ടവർ കൈ വെട്ടിയെടുത്താലും തല വെട്ടിയെടുത്താലും പാർട്ടി അവർക്കൊപ്പമാണ്. ജയിലിൽ ഈ പ്രതികൾക്ക് സുഖവാസമാണ്. ജയിലിലെ ഭക്ഷണത്തിന്റെ മെനു എന്തായിരിക്കണമെന്ന് തീരുമാനിക്കുന്നതും ഈ പ്രതികളാണ്. തടവുപുള്ളികൾ ലേറ്റസ്റ്റ് ഫോണുകളാണ് ഉപയോഗിക്കുന്നത്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ജയിലിൽ AC കുറവ് മാത്രമേ ഉള്ളൂ എന്നുമായിരുന്നു ഈ വിഷയത്തിലെ പ്രതിപക്ഷത്തിന്റെ പ്രതികരണം. ചുരുക്കി പറഞ്ഞാൽ CPMന്റെ ഗുഡ് ബുക്കിൽ പേരുണ്ടെങ്കിൽ അയാൾ എത്ര വലിയ കുറ്റവാളിയാണെങ്കിലും അവർക്ക് പ്രത്യേക പരിഗണനകൾ ജയിലിനുള്ളിൽ ഉൾപ്പെടെ ലഭ്യമാണെന്ന് സാരം. ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് എന്ന ഭയം പോലും CPMനോ അതിന്റെ നേതാക്കൾക്കോ ഇല്ല. സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയും പോലീസും എല്ലാം കുറ്റവാളികളോട് ഇങ്ങനെ ഇടപെടാൻ തുടങ്ങിയാൽ കേരളത്തിൽ സ്വസ്ഥമായി എങ്ങനെയാണ് ജീവിക്കാൻ കഴിയുക? കൊലക്കേസ് പ്രതികൾ കോടതിയിൽ നിന്ന് ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ പരസ്യമായി മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടും ആ വിഷയത്തിൽ പ്രതികൾക്കെതിരെ കേസെടുക്കാൻ പോലീസ് മടിച്ചു നിൽക്കുന്നത് ദയനീയ കാഴ്ചയാണ്. 3 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത് കൊണ്ട് മാത്രം ഈ വിഷയം അവസാനിക്കുന്നില്ല. കൊടിസുനിക്കും സംഘത്തിനും എങ്ങനെ ഇത്തരത്തിലൊരു പരിഗണന കിട്ടുന്നു എന്ന് വ്യക്തമാക്കേണ്ടത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. ജയിലിലേക്ക് പോകുന്ന പ്രതികൾക്ക് യാത്രയപ്പ് നൽകുന്നതിലൂടെ പൊതുസമൂഹത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്ന ചോദ്യത്തിന് CPMന്റെ പക്കലും ഉത്തരമുണ്ടായിരിക്കണം. രാവിലെ ടെലിവിഷൻ തുറന്നാൽ നാം കാണുന്നത് ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ കുത്തൊഴുക്കാണ്. ഇങ്ങനെ നെറികേടുകൾ ചെയ്യുന്ന ഒരു പാർട്ടിയെ അധികാരത്തിൽ എത്തിയതോർത്ത് പശ്ചാത്തപിക്കാൻ മാത്രമേ അടുത്ത തെരഞ്ഞെടുപ്പ് വരെ നിവൃത്തിയുള്ളൂ.